ഹാസനിൽ നിന്നാണ് പിടിച്ചത്. ഇതിനു മുന്നേ ഒന്ന് വന്ന തണ്ണീർക്കൊമ്പൻ. അപ്പൊ ഇത് അതിലൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാണെങ്കിലും വളരെ ദൂരെ നിന്ന് പിടിക്കുന്ന ആളുകളെ പോലും മറ്റൊരു സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കൊണ്ടുവിടുക. അപ്പോൾ ഇതിനൊരു മെക്കാനിസം. അപ്പോൾ ഒന്നുകൂടി മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ചില നടപടികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അത് പര്യാപ്തമാണോ? അത് കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനംവകുപ്പ് മേധാവികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിസ്റ്റം. അല്ല, ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാകട്ടെ. ഇപ്പൊ ഇവര് പരാതി പറഞ്ഞത് അത് ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് പോകുന്ന അറിയുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഒരാളെ പിടിച്ചിട്ട് വിട്ടത് അങ്ങോട്ടല്ലേ പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ. അതൊന്നും അല്ലല്ലോ പ്രശ്നമൊന്നുമല്ലല്ലോ. പ്രശ്നം എന്താ? ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ? ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും ഇത്രയും ഒരു വിഷയം വരുമ്പോൾ, ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടോ? ഒന്നുമില്ല കയ്യിലേ, ഒന്നുമില്ല. അതാണ് പ്രശ്നം. അത് ലാഘവത്വമാണ്. അതായത് അത്രയും നിസ്സാരമായിട്ടാണ് ആ വിഷയത്തെ കാണുന്നത്. ഇത് വലിയ പ്രധാനപ്പെട്ട വിഷയമൊന്നും ഈ ബജറ്റിന് മുമ്പ് അറിയാൻ പാടാത്ത ആരാളുള്ളത്? 48 കോടി രൂപ 48 കോടി രൂപ ആറളം ഫാമിൽ പണിയണ മറ്റേ മതിലിന് തീർക്കാൻ പറ്റൂല. ആ പൈസ കൊണ്ട് പറ്റുവാ? ആ ഒരു 10 കിലോമീറ്റർ മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് ആണെങ്കിൽ ആ കാശ് മതിയാവില്ല. മതിയാവോ? വയനാട് പാക്കേജിന്റെ വിഹിതം വയനാട് പാക്കേജ് വിഹിതം മാറ്റി വെച്ചിട്ടില്ല. സിദ്ദിഖ് MLA ഇന്ന് നിയമസഭയിൽ ആ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഉപദേശം പോലെ പറഞ്ഞു. ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിനെ പറ്റി ഇത്രയും മോശമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഈ പല ഘട്ടത്തിലും കർണാടക വനം വകുപ്പിന്റെ നടപടികളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടാവുന്നുണ്ടോ? പല നടപടികൾ ഈ പറയുന്നത് ഒരു അപ്രസക്തമായ ചോദ്യമാണ്. അല്ലല്ല, അതിപ്പോ ഇവിടെ അവര് നടത്തുന്ന സമരമല്ലേ, ഇതിന്റെ ഒരു പ്രതിഷേധമാണ്. പ്രതിഷേധം അത്രയും. കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്.